ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ്. അതായത് മറ്റ് ആപ്ലിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനും പിന്നെ മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനൊരു പേജായിരിക്കും ഓപ്പണായി കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഒത്തിരി വെബ്സൈറ്റൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഫസ്റ്റ് വന്നിട്ട് നമുക്ക് remove.bg എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ താഴെ നമുക്ക് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു പേജായിരിക്കും ഓപ്പണായി കിട്ടുന്നത്. ഇവിടെ നമുക്ക് അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലൂ കളറിൽ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഗാലറി അവിടെ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഏത് ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് റിമൂവ് ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എനിക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി നമുക്കിങ്ങനെ ഒരു പേജായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ അവർ നമ്മുടെ ആ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഒരല്പസമയം വെയിറ്റ് ചെയ്യുക. അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ആഫ്റ്റർ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു ക്യാറ്റിൻ്റെ ഫോട്ടോയായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കിയിട്ട് എനിക്ക് വളരെ പെർഫെക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നമുക്ക് താഴെ നോക്കുമ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ആഡ് ബാക്ക്ഗ്രൗണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം എറേസ് ആൻഡ് റീസ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എറേസ് ആൻഡ് റീസ്റ്റോർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പിക്കിൽ ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റിമൂവ് ചെയ്യണോ എന്നുള്ളത് നോക്കിയിട്ട് അത് ചെയ്യാനായിട്ട് സാധിക്കും. അതെല്ലാം ഡൗൺലോഡ് ചെയ്യണമെന്ന് ഡൗൺലോഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ആഡ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താഴെ ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് അവരായിട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചൂസ് ചെയ്ത് കൊടുത്തിട്ട് ഡൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് വളരെ പെർഫെക്റ്റായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ താഴെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ വന്നിട്ട് എനിക്ക് ഗാലറിയിൽ സേവായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഗാലറിയിലുള്ള ആ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി തരാം. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ സേവാക്കി എടുത്ത ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത്. ക്ലാരിറ്റിയിൽ ഒരു കുറവില്ലാതെ തന്നെ നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങളുടെ ഏത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടും വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്തിട്ട് പുതിയൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വീഡിയോ നിങ്ങൾക്ക് പിന്നെയും കാണാം. താങ്ക്